ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതൊരു മിനി വ്ലോഗാണ്. എന്റെ സമയക്കുറവ് മൂലം ഒരുപാട് നീണ്ടുപോയൊരു വ്ലോഗാണ് കേട്ടോ ഇത്. നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് എങ്ങനെയാണോ ആറ്റുകാൽ പൊങ്കാല, അതുപോലെ തന്നെയാണ് നമ്മൾ പറവൂറുകാർക്ക് കാളികുളങ്ങര അമ്പലത്തിലെ കലവെപ്പ്. അവിടെ എത്തിയാൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ അടുപ്പ് കണ്ടുപിടിക്കലാണേ. ഒരുപാട് പേര് നമ്മളെ പോലെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ അടുപ്പ് കൂട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൽ ആരാണോ കഴിഞ്ഞു പോകുന്നത് ആ അടുപ്പ് നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു അടുപ്പ് കിട്ടി. ഈ അടുപ്പ് കണ്ടുപിടിച്ച ശേഷം ഈ അടുപ്പിന് ഞങ്ങൾ എല്ലാം കാവൽ നിർത്തിയിട്ട് അമ്മ അരിയും കലവും ആയിട്ട് നേരെ പോയത് അമ്പലത്തിന്റെ നടക്കിലേക്കാണ്. ഈ നടയിൽ ചെന്നിട്ട് വീ തൂത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് നടത്തുന്നത്. വീ തൂത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന അരിയുടെ ഒരു പിടി നമ്മൾ ദേവിക്ക് സമർപ്പിക്കും. തിരിച്ച് അവിടുത്തെ കുരുതി കൂട്ടുന്ന പ്രസാദം അവർ നമ്മുടെ കലത്തിന് പുറത്ത് തേച്ചു വരും. ഇങ്ങനെയാണ് ഒരു ചടങ്ങ്. അരി വേകാനുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിലേക്ക് ശർക്കര പാനി, തേങ്ങ, ചുക്ക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഏലക്ക എല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് നന്നായി ഇളക്കി പാകം ചേർത്തതിന് ശേഷം അടുപ്പിന്റെ 3 വശവും തീ വെച്ചതിന് ശേഷമാണ് നമ്മൾ നൻപ് കൊണ്ട് ഇളക്കി അത് അടുപ്പിലേക്ക് കയറ്റി വെക്കുന്നത്. അങ്ങോട്ട് അടുപ്പത്ത് കയറ്റി വെച്ചേ തന്നെ അങ്ങോട്ട് ഇളക്കുകാരുടെ ബഹളമായിരുന്നേ. അങ്ങനെ മാറി മാറി ഞങ്ങൾ എല്ലാവരും ഇളക്കി. ആദ്യം ചേച്ചി ഇളക്കി, പിന്നെ ഞാൻ, ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഇളക്കി. എന്തിനാ അപ്പോൾ വരെ ഇളക്കി. ഇതിനേക്കാളും വലിയ ടാസ്ക് ഇത് കട്ടിയായി കഴിയുമ്പോൾ ഇളക്കാനാണ് കേട്ടോ. അപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അമ്മയ്ക്ക് മാത്രമേ അത്രയും കട്ടിയായി കഴിയുമ്പോൾ ഇളക്കാനുള്ള എക്സ്പെർട്ടൈസ് ഉള്ളൂ. ഈ നൻപ് ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമുണ്ടല്ല, നമ്മുടെ ഓലമടൽ ഉണ്ടല്ലോ, ഓലമടൽ ചെത്തി മിനുക്കി ഉണ്ടാക്കുന്ന ഐറ്റമാണ്. നമ്മളതിനെ പറയുന്നത് നൻപ് എന്നാണ്. കാരണം നമ്മൾ ഈ കല വെക്കുമ്പോൾ ഈ പായസം കട്ടിയാകുമ്പോൾ ഇളക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മുടെ കാളികുളങ്ങര അമ്പലത്തിലെ ഈ കലവെപ്പ് കൂടാതെ തെണ്ടെന്ന് പറഞ്ഞൊരു നെർച്ചോടും കേട്ടോ. അത് മറ്റൊരു നെർച്ചോപമാണ്. അതുണ്ടാക്കുന്നത് അതിന് മുകളിൽ മണ്ണിന് മുകളിൽ തീക്കനൽ കൂട്ടിയിട്ടാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ തെണ്ടും കലവെപ്പും എല്ലാം കൂടി ആകെ ഭക്തി സാന്ദ്രമാണ് പറവൂർക്കാരുടെ കാളികുളങ്ങര ഈ സമയത്ത്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ എല്ലാവരും പറവൂര് വരുമ്പോൾ മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു ഉത്സവമാണ് കേട്ടോ കാളികുളങ്ങര അമ്പലത്തിലെ കലവെപ്പും അതുപോലെ വലിയ വെൽക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ വിശേഷപ്പെട്ട അമ്പലങ്ങളും വിശേഷപ്പെട്ട ചടങ്ങുകളും ഉണ്ടാവില്ലേ? ഞങ്ങളുടെ അറിവിലേക്കായിട്ട് നിങ്ങളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ബൈ, താങ്ക് യു. അങ്ങനെ ഇത് തിളക്കാം